all. Right now I am at Vayangarachira Green Forest. I came here with my family after seeing a YouTube video made by the Rinda Images. I must say this is a very beautiful place filled with greenery. Even the journey to this place is filled with greenery, full of trees and all of that. So obviously if you want a place to escape, a place to, come sit, relax away from all the tensions of all your problems and your exam worries or your work-life stress, this is the perfect place that I would suggest for you to come and sit. ഞാനും രാജേന്ദ്രനും കൂടി ആ ചിറയുടെ തീരത്തൊന്ന് ചെന്നുവിട്ട് 4 വർഷം നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ തന്നെ ഇതൊരു ഗ്രാമീണ പ്രദേശമാണ്. അതുകൊണ്ട് ബാക്കി ഏതൊരു സ്ഥലത്തിൽ പോകുന്നതിനേക്കാൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഗ്രാമീണതയും ഈ പച്ചിപ്പും ഹരിതാപവും ഒക്കെയാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതും ഇങ്ങനത്തെ ഒരു സ്ഥലമാണല്ലേ. ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ, അല്ലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടാൻ അതിന് പറ്റിയ സ്ഥലമാണ് ഈ ഗ്രീൻ ഫോറസ്റ്റ്. ഇവിടെ കാണാവുന്നതുപോലെ ബോട്ടിങ്, അതുപോലെ പലതരം ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം വയ്യാങ്കരച്ചിറയിലെ ഗ്രീൻ ഫോറസ്റ്റിൽ. ഒരു വലിയ തടാകം, ആ തടാകത്തിന് ചുറ്റും നല്ല പച്ചുള്ള നിബിഡമായ ഒരു ഗ്രാമത്തിൻ്റെ ചുറ്റളവാണ് ചുറ്റപ്പെട്ടിരിക്കുക. അവിടെ ഇപ്പോൾ ഒരു ടൂറിസം കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ആ ടൂറിസത്തിൻ്റെ പേരാണ് ഗ്രീൻ ഫോറസ്റ്റ് വയ്യാങ്കരച്ചിറ ടൂറിസം. അത് പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബിൻ്റെ അധീനതയിലുള്ളതാണ്. അവരാണ് അതിൻ്റെ സംഘാടകർ. അതാണ് നമ്മളെ കൊല്ലക്കാരാണ്. നമ്മൾ ജീവിച്ച കാലാവസ്ഥയല്ലല്ലോ ഇപ്പം. കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇതുപോലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരുന്നത്? ഞങ്ങൾ തുടക്കം ആളുകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, എനിക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 7 പേര് കൂടി ഫോം ചെയ്ത ഒരു ക്ലബ്ബാണിത്. അപ്പം ആദ്യം അവർക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു, എനിക്കും ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ധൈര്യമായിട്ട് ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, ഞാൻ ഒരു പ്രവാസിയാണ്, ഞാനിത് തുടക്കത്തിൽ അവരുടെയൊക്കെ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഏകദേശം 15ഓളം ആളുകൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഞാൻ യൂട്യൂബ് ചാനലിൽ റിൻഡ ഇമേജസ് ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് ഫാമിലിയായിട്ട് ഇവിടെ വരാൻ തീരുമാനിച്ചത്. ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്കി ഔട്ട്സൈഡ് സിറ്റി വേൾഡൊക്കെ വെച്ച് നോക്കുമ്പം വളരെ ശാന്തമായൊരു സ്ഥലമാണ്, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പല ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ്, കയാക്കിംഗ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുമാത്രമല്ല ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും നമുക്കൊന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇങ്ങോട്ടുള്ള ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ ആ യാത്ര തന്നെ വളരെ ഗ്രീനാണ്, നിറയെ മരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയം ചെലവഴിക്കാനാണെങ്കിലും ഒക്കെ ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണിത്.
person visiting from a different state, if you're coming to visit Kerala, or if you're from any other country coming to visit Kerala, this is the perfect place for you to understand what the true village beauty of Kerala is. Because this place is going to fill your heart with a lot of joy, lot of peace and a lot of relaxation.